നമ്മുടെ അവിടെ ഇൻസൾട്ട് എന്ന് പറയുന്നത് ഒരു പുള്ളിയുടെ കൂടെ പഠിച്ച ഒരുത്തം കയറി പണക്കാരനായി, ഗൾഫിലൊക്കെ പോയിട്ട് വലിയ പണക്കാരനായിട്ട് വന്നു. ഇവൻ ഇങ്ങനെ സാധാരണഗതിയിൽ മറ്റേ പത്രം ഇട്ട ആളുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുക. ഈ ലോകത്ത് വേറെ ആര് പണക്കാരനായാലും പുള്ളിക്ക് കുഴപ്പമില്ല, ഇവൻ പണക്കാരനായാലും പുള്ളിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഈ പണക്കാരനായ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് വീട് പണിയാൻ നേരത്ത് ഇവനെ കൊണ്ട് കോൺട്രാക്ട് കൊടുത്തു. ഈ കോൺട്രാക്ട് എല്ലാം പണിയാൻ കൊടുത്തു. അപ്പൊ ഇവന്റെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലെടുത്ത് വെക്കുന്നതും പ്രാഗി നേർന്നിട്ടാണ്. കാരണം ഇവന്റെ കൂടെ പഠിച്ചവന്റെ വീടാ 2 നില 3000 സ്ക്വയർ ഫീറ്റ് നശിച്ചു പോണേ ദൈവമേ. 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുവാണല്ലോ, ഒരു കല്ലെടുത്ത് വെച്ച് നശിച്ചു പോണേ ദൈവമേ. അടുത്ത കല്ലെടുത്ത് അത്രയും പ്രാഗി നേർന്ന ഇയാൾ പണിതുകൊണ്ടിരിക്കുന്നത്. മറ്റവനാണെങ്കിൽ ഭയങ്കര സ്നേഹം. ഇവനെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ട് വരും പണിസ്ഥലത്തേക്ക്, പണി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടും അങ്ങനെയൊക്കെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് 2 സ്മോളൊക്കെ കൊടുത്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറക്കിയിട്ട് ഈ പണക്കാരനായ കൂട്ടുകാരൻ പുള്ളിയോട്, മറ്റവൻ 3-4 ആയപ്പോൾ തന്നെ പഠിത്തം നിർത്തിയിട്ടോ, വിദ്യാഭ്യാസം ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇവൻ കൊണ്ടുവിട്ടിട്ട് ഓക്കെ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ കൂട്ടുകാർ ബാക്കി ആ ജംഗ്ഷനിൽ ഇരുന്നവർ ഇയാളെ ഒന്ന് ആളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നോടെന്ന് ചോദിച്ചു. എന്നാലും മറ്റവൻ പോയപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. ഇയാൾ ചോദിച്ചു എങ്ങനെ? ഞാൻ നിന്നോട് സീ യു ടുമാറോ എന്ന് പറഞ്ഞല്ലേ, അത് വളരെ മോശമാണ്. ഇയാൾ ചോദിച്ചു അത് മോശമാണോ? അല്ല പിന്നെ നിന്നെ പോലെ ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി, നീ അത് വെറുതെ കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതൊക്കെ വളരെ മോശമാണ്, അലമ്പാണ്, നിനക്കൊരു നാണം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് കേട്ടോണ്ട് നിന്നതെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് മറ്റവൻ്റെ വീട്ടിൽ പോയി കോളിംബെല്ലടിച്ച് അവൻ ഡോറ് തുറന്നപ്പോൾ ഈ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ നീ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു. മറ്റേ ആള് കൂളായിട്ട് ഓക്കെ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് വാതിലും അടച്ച് അവൻ സോഫ്റ്റായി. എന്താന്നൊരു പിടുത്തമില്ല. സത്യം അത്. കാരണം എന്താ വെച്ചാൽ നമുക്കുള്ള ഒരു സാധനം മറ്റവനില്ലെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ഫീലാണത്. അത് ഏറ്റവും കൂടിയത് നമ്മുടെ ഈ കൊറോണ കാലത്താണ്. കാരണം കൊറോണ കാലത്ത് യൂട്യൂബ് ചാനൽ, കേക്ക് ഉണ്ടാക്കൽ, ചെടി വളർത്തൽ, ഇതൊക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടോ നമുക്കും വേണം എന്നൊരു മസ്റ്റ് സാധനമായി മാറി. ഇതിൽ കേക്ക് ഉണ്ടാക്കലും യൂട്യൂബ് ചാനലും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ചെടി വളർത്തലുണ്ടല്ലോ, ഇത് ആൾക്കാർ ചെയ്തിട്ട് ഇവർക്കിതൊരു ലഹരിയായി മാറി. ചില രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇവർ പൈസ കൊടുത്ത് വാങ്ങൽ നിർത്തിയിട്ട് ഇതുവരെ അടിച്ചു മാറ്റാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അത് അതിലൊരു കഥ എന്താ സംഭവം വെച്ചാൽ ഇവർ അടിച്ചു മാറ്റുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് കഥകളി കലർന്നപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കേരളത്തിൻ്റെ ആർട്ട് ഫോം ആക്കി എടുക്കാം. ഇവരിതിങ്ങനെ ഈ വള്ളിയുടെ എടുക്കണമല്ലോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വാനിറ്റി ബാഗ് ഉണ്ടാവും, അതിലേക്ക് ഇങ്ങനെ നൈസായി കയറ്റുന്ന ഒരു സീനുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിന്നു പോകും. അത്ര അടിപൊളിയാണ്. അത് എൻ്റെ നാട്ടിലൊരു നഴ്സറി ഉണ്ട്. അപ്പോൾ ഈ നഴ്സറിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശോഭേച്ചിയുണ്ട്. പുള്ളിക്കാരത്തി അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപയ്ക്കുള്ള കരകൗശലം പുള്ളിക്കാരത്തി അടിച്ച് മാറ്റും. അപ്പം ഞാനൊരു ദിവസം ഈ നഴ്സറിയിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഉണ്ട്. പുള്ളിക്കാരത്തി ഞാൻ നോക്കുമ്പോൾ ഒരു കത്രികയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം 1 കൊല്ലം ആയല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ കോൺഫിഡൻസ് ആയി, പ്രോ ആയി. അപ്പോൾ അടുത്ത ലെവലിലേക്ക് ഞാൻ നോക്കുമ്പോൾ എത്തി വലിഞ്ഞിട്ട് ഒരു വള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ ചെന്ന് ശോഭേച്ചി നിങ്ങൾ എന്തായി പണി, നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിൽ പറ, നമ്മളെ വീട്ടിൽ ഇവിടെ ഉള്ള എല്ലാ ചെടിയും ഉമ്മ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ തരാറ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് നിങ്ങളെ വീട്ടിലുള്ള മരത്തെ ചെടിയല്ലടാ, ഇതില്ലേ നമ്മളെ മലേഷ്യയിൽ നിന്ന് വരുന്ന വൈറ്റ് റോളിങ് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതിങ്ങോട്ട് പൂവും കായും ഉണ്ടായിട്ട് അങ്ങോട്ട് നിറയും, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുള്ളിക്കാരത്തി എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരത്തിയുടെ വീടിന് മുന്നിലൂടെ പോവാം. പോകുമ്പോൾ പുള്ളിക്കാരത്തി ഇതൊരു വെട്ട ചട്ടിയിൽ വലുതാക്കി കമ്പൊക്കെ വെച്ച് നമ്മുടെ ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇച്ചിരി പിണ്ണാക്കും ഇച്ചിരി ചാണകപ്പൊക്കെ ഇട്ട് നല്ല നനയൊക്കെ നനയ്ക്കുന്നുണ്ട്. കുറച്ച് മുന്നേ അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വളർന്ന് കായുണ്ടായാൽ ഞാൻ തണ്ട് തരാവേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി എന്നും പറഞ്ഞ് ഞാൻ കുറച്ചങ്ങ് മുന്നോട്ട് പോയാലാണ് നമ്മുടെ നഴ്സറിയുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കും. അപ്പോൾ ആ നഴ്സറിയുടെ ഓണർ എനിക്കറിയാം. അപ്പോൾ ഹംസക്കാനോട് ഞാൻ ചോദിച്ചു എന്താ ഹംസക്കാ പ്രശ്നം എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു നീ ഇങ്ങ് വാ, നീ ഇത് കണ്ടോ ഒരു ഹമുക്ക് ചെയ്ത പണി. ഞാനിങ്ങനെ പുള്ളിയുടെ കൂടെ ചെന്ന് ഞാനിങ്ങനെ നോക്കി. പുള്ളി പറഞ്ഞു കണ്ടോ ഏതോ ഒരു ഹമുക്ക് CCTV ക്യാമറൻ്റെ വയറും കട്ട് ചെയ്ത് പോയിന്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലേഷ്യൻ വൈറ്റ് റോളിങ് സാധനം ശോഭേച്ചിയുടെ പുള്ളിക്കാരത്തി ഇത് മലേഷ്യയിൽ നിന്ന് വന്ന വൈറ്റ് റോളിങ് ക്രീപ്പറാന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി തട്ടിരിക്കുക. 3 മാസമായി. ഞാൻ ഇന്ന് വരുമ്പോഴും പുള്ളിക്കാരത്തി അത് തഴിക്കും കായ്ക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കുള്ള ഒരു സാധനം മറ്റവനില്ലെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ഫീലാണത്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇൻസൾട്ട് ഏതാണ്? എന്നെ പോലുള്ള ഒരാൾ ഇവിടെ വന്ന് തമാശ പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ചിരിക്കാതിരിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഇൻസൾട്ട്.
വളരെ രസമുണ്ടായിരുന്നു. നല്ല ചില കഥകളൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു അല്ലെ? രമേശ് ചേട്ടനും അശോകേട്ടനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യം അതിനകത്ത് നല്ല കുറേ കാര്യങ്ങളുണ്ട്, സത്യമായിട്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പം തമാശകളൊക്കെ പലരും തമാശ പറയുന്നുണ്ട്. ആ തമാശ പറഞ്ഞിട്ടും മനഃപൂർവ്വം ചിരിക്കാത്തവരുണ്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് തമാശ അതിപ്പോൾ പറഞ്ഞോ അല്ലെങ്കിൽ നാച്ചുറലി വരുന്ന തമാശകളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും അത് ഒട്ടും തന്നെ എൻജോയ് ചെയ്യാത്ത വളരെ ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. അത് ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും. ചേട്ടാ അതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു തമാശ സീൻ അത് കണ്ടവൻ ചിരിച്ചില്ല, കുഴപ്പമില്ല. ഒരു സെന്റിമെന്റ് സീൻ അത് കണ്ട് കരഞ്ഞാൽ കുഴപ്പമുണ്ട് താനും. നമ്മൾ തിയേറ്ററിലിരുന്ന് ദുഃഖം കണ്ട് കരഞ്ഞ അപ്പൊ തന്നെ അയ്യേ അവൻ സിനിമ കണ്ട് കരഞ്ഞു എന്നൊക്കെ പറയും. ചിരിച്ചില്ലെങ്കിൽ കുഴപ്പം, കരഞ്ഞാൽ കുഴപ്പം. ഇതിനെല്ലാം പ്രശ്നമുണ്ട്. ഇതൊന്നും ഇത്ര മോണിറ്റർ ചെയ്യുക. അതായത് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെയും തപ്പി നടക്കരുത്. പിന്നെ നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടിയാലേ ചിരിക്കുള്ളൂ എന്നുള്ള ലെവലിൽ നമ്മൾ നമ്മുടെ റേഞ്ച് കയറ്റി വെക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളെല്ലാ സാധനവും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടിയാലേ കയറ്റി നമ്മുടെ ചിരിയുടെ കാര്യത്തിൽ മാത്രം നമ്മളുടെ റേഞ്ച് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കണം. ഏത് ചെറിയ കാര്യം കണ്ടാലും ഏത് ചെറിയ സംഭവത്തിലും ചിരിക്കാനൊരു വകയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ചിരിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ചിരി തപ്പിയെടുക്കുക, ചിരിപ്പിക്കുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കാരണം അവർ ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന വംശനാശ ഭീഷണി ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവസമൂഹമാണ് ഈ നിൽക്കുന്ന സമൂഹം. അപ്പോൾ എന്തായാലും താങ്ക് യു അശോകേട്ട, താങ്ക് യു രമേശ് ചേട്ടാ. ഇത് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്തായാലും എന്തോറ്റി കാലിനത് ശരിയായില്ലേ? അത് മാറി. പിന്നെ ഞാനിപ്പോ അത് ഉള്ളതുപോലെ ഒന്ന് ആക്ട് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച്. ഹലോ എന്നെ നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ ഇയാളെ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി എനിക്ക്. നീ സാബു അല്ലേ? അയ്യോ ഞാൻ സാബു അല്ല, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഞാൻ നേരത്തെ വന്നപ്പോ നിങ്ങളെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ശരിക്കും നിങ്ങൾ എനിക്ക് പരിചയമില്ല. എനിക്ക് പരിചയം വേറെ അശോകനാണ്. അപ്പൊ നിങ്ങൾക്കല്ലേ ആള് പറ്റിയത്? അല്ല പിന്നെ എനിക്കല്ല, നിങ്ങൾക്കാണ് പറ്റിയത്. നിങ്ങൾക്കാണ് ആള് പറ്റുന്നത്. ഇല്ലല്ല, ഇയാൾക്ക് തന്നെ പറ്റിയത്. എന്തേ